ബിഗ് ബോസ് മലയാളം സീസൺ 7 ചരിത്രത്തിൽ ആദ്യമായിട്ട് മിഡ് വീക്കിൽ 2 പേര് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്ന ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ്. ആദിലയും നെവിനുമാണ് ഔട്ടായത്. ഇതിൽ ആദില ഔട്ടാകുന്ന നേരം നൂറയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇത്രയും നാൾ ബിഗ് ബോസ് ഇപ്പോൾ ആദ്യമേ എവിക്റ്റ് ചെയ്യാതെ, അതായത് ഞായറാഴ്ച എവിക്റ്റ് ചെയ്യാതെ തന്നെ ഇത്രയും ദിവസം നമ്മളെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിർത്തിയത് ഫിനാലെ വീക്കിലെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നൂറയോട് ആദില പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇനിയുള്ള ദിവസം നന്നായിട്ട് കളിക്കണം ബേബി. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ ഡിസേർവിംഗ് അല്ല. ഞാൻ ഇതിന് മുമ്പേ ഔട്ടാകുമെന്ന് വിചാരിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പണപ്പെട്ടിയൊക്കെ വരുമ്പോൾ അത് എടുക്കുമെന്ന് പറഞ്ഞത്. കാര്യം എനിക്കിവിടെ എന്നെക്കാളും ബേബി ആയിരിക്കും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്നതിന് തെളിവാണ് ഇപ്പോൾ ഞാൻ പുറത്തായത് എന്നൊക്കെയാണ് നമ്മുടെ ആദില നൂറയോട് പറയുന്നത്. നൂറയ്ക്കും ഭയങ്കരമായ സങ്കടമുണ്ട്. കാര്യം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഫിനാലെ വേദിയിൽ നിൽക്കുന്നതൊക്കെ ഇവർ ഒരു സ്വപ്നം കണ്ടു കാണും. പക്ഷേ ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് മത്സരാർത്ഥികളായിട്ട് മത്സരിക്കുമ്പോഴും ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ഉരസലുകളോ ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കലോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ആദ്യം ഒറ്റ മത്സരാർത്ഥിയായിട്ട് അകത്ത് കയറിയവർ ഗെയിമിൻ്റെ ഒരു പകുതി വെച്ച് രണ്ടുപേരാവുകയും തുടർന്ന് രണ്ടുപേർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇവരൊന്നും അങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും നല്ല മനോഹരമായിട്ട് രണ്ട് മത്സരാർത്ഥികളായിരുന്നു ആദിലയും നൂറയും. അതിലിപ്പോൾ ആദില പടിയിറങ്ങിയിരിക്കുകയാണ്. ആദില ബിഗ് ബോസ് വീഡിയോ എന്നേക്കുമായിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.